കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് വില്ലാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രശസ്തവുമായ ഒരു ആരാധനാലയമാണ് കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. വടക്കൻ മലബാറിലെ തനതായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന ഈ ക്ഷേത്രം ഇന്ന് വലിയൊരു സാമൂഹിക സേവന കേന്ദ്രം കൂടിയാണ്. പ്രധാനമായും കുട്ടിച്ചാത്തനാണ് പ്രതിഷ്ഠ. കൂടാതെ ഗുളികൻ, ഭഗവതി തുടങ്ങിയ ഉപദേവതകളുമുണ്ട്. മിക്ക കുട്ടിച്ചാത്തൻ കാവുകളിലെയും പോലെ ശിവൻ കിരാതരൂപം പൂണ്ട് പാർവതീസമേതനായി വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ പുത്രനാണ് ചാത്തൻ എന്നാണ് പൊതുവായ സങ്കല്പം. എന്നാൽ കല്ലേരിയിൽ ഇത് വിഷ്ണുമായ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. തിന്മയെ നിഗ്രഹിക്കാനും ഭക്തരെ സംരക്ഷിക്കാനുമായി അവതരിച്ച മൂർത്തിയായാണ് ചാത്തനെ കാണുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം വടക്കൻ മലബാറിലെ പ്രശസ്തമായ ഒരു തറവാട്ടിലെ കാരണവർ തന്റെ തപസ്സിലൂടെയോ ഉപാസനയിലൂടെയോ ചാത്തൻ സ്വാമിയെ പ്രീണിപ്പിക്കുകയും സ്വാമി അദ്ദേഹത്തോടൊപ്പം ഈ പ്രദേശത്തേക്ക് വരികയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ചാത്തൻ സ്വാമി ആദ്യം വന്നിറങ്ങിയത് കല്ലേരി കുന്നിൻ മുകളിലാണെന്നും അവിടെ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു എന്നും കഥകൾ പറയുന്നു. പണ്ടുകാലത്ത് ഈ പ്രദേശം കൊടും കാടായിരുന്നു. അവിടെ ആടുമാടുകളെ മേയ്ക്കാൻ പോയവർക്ക് അനുഭവപ്പെട്ട അമാനുഷിക ശക്തിയാണ് പിന്നീട് ആരാധനാലയമായി മാറിയത്. കല്ലേരി ക്ഷേത്രത്തിന്റെ കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഭരണരീതിയാണ്. 1920കളിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ ഭരണസമിതി രൂപീകരിച്ചു. കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ അതിപ്രധാനമായൊരു വഴിപാടാണ് കള്ള് നിവേദ്യം. മലബാറിലെ തെയ്യക്കാവുകളിൽ നിലനിൽക്കുന്ന ശാക്തേയ ആരാധനാക്രമത്തിന്റെ ഭാഗമായാണ് ഇവിടെ കള്ള് സമർപ്പിക്കുന്നത്. കുട്ടിച്ചാത്തൻ, ഗുളികൻ തുടങ്ങിയ മൂർത്തികൾക്ക് ഇഷ്ടനിവേദ്യമായാണ് കള്ള് സമർപ്പിക്കുന്നത്. ഭക്തർ ഇതിനെ വെറുമൊരു പാനീയമായല്ല, മറിച്ച് അമൃത് എന്ന പവിത്രമായ സങ്കല്പത്തിലാണ് കാണുന്നത്. തെയ്യക്കോലങ്ങൾ കെട്ടിയാടുമ്പോൾ ഭക്തർ ഭക്തിപൂർവ്വം ഇത് സമർപ്പിക്കാറുണ്ട്. ചൊവ്വ, വെള്ളി ആഴ്ചയിൽ ഈ 2 ദിവസങ്ങളാണ് ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനം. ഈ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന വെള്ളാട്ട് ചടങ്ങിലാണ് പ്രധാനമായും കള്ള് നിവേദിക്കുന്നത്. തിറ ഉത്സവം. ധനുമാസത്തിലെ തിറ ഉത്സവകാലത്ത് വലിയ തോതിൽ കള്ള് വഴിപാടായി വരാറുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ധനുമാസം ആദ്യ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. തണ്ടാൻ വരവ്, കുട്ടിച്ചാത്തൻ വെള്ളാട്ട്, തിറകൾ എന്നിവ ഇതിന്റെ ഭാഗമാണ്. മേടം 1-ന് വിപുലമായ രീതിയിൽ വിഷുക്കണിയും ആഘോഷങ്ങളും നടക്കാറുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നു. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 8 മണിവരെ ദർശന സൗകര്യമുണ്ടാകാറുണ്ട്. വടകരയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറി വടകര തണ്ണീർപന്തൽ റോഡിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള ഈ ക്ഷേത്രം ഒരു ജനാധിപത്യ ഭരണസമിതിയാണ് നിയന്ത്രിക്കുന്നത്. വടകരയിൽ നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളിൽ കയറി വില്യാപ്പള്ളിയിൽ ഇറങ്ങാം. അവിടെ നിന്ന് ഓട്ടോറിക്ഷയോ ലോക്കൽ ബസ്സുകളോ ലഭ്യമാണ്. വടകര റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. സൗജന്യ ആയുർവേദ ഡിസ്പെൻസറി, വലിയൊരു ലൈബ്രറി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്.